കുഞ്ഞു മക്കളെ കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ്. നൈനൂട്ടിയുടെ ക്ലാസ്സിലെ ടൂറാട്ടോ. അവളെ ക്ലാസ് മാത്രമല്ല എല്ലാ ഡിവിഷനുണ്ട്. മൊത്തം നമ്മൾ 6 ബസ്സാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബസ് നമ്മളാണുള്ളത്. നമ്മൾ ഇതായി കാണുന്നൊക്കെ ടീച്ചേഴ്സ് ആട്ടോ, എൻ്റെ കൂടെ കളിക്കുന്നൊക്കെ ടീച്ചേഴ്സാണ്. എല്ലാവരും നല്ല വൈബിലാണ്. സത്യം പറഞ്ഞാൽ കുട്ടികളെക്കാട്ടിൽ എൻജോയ് ചെയ്തത് ഞങ്ങൾ പാരൻസും ടീച്ചേഴ്സും തന്നെയാണ്. പിന്നെ കുട്ടികളെ പറഞ്ഞാൽ അവർക്ക് വെള്ളമാണല്ലോ വേണ്ടത്. വെള്ളത്തിലെത്തിക്കഴിഞ്ഞാൽ ബാക്കി അവരായിക്കോളും. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് തുടങ്ങിയില്ലേ. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ കയറ്റി വെച്ചതിന് ശേഷമാണ് യാത്ര പുറപ്പെടുന്നത്. 7 മണി ആയപ്പോട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. 7 മണിക്ക് പറഞ്ഞ ടൈം ഞങ്ങൾ 7 ആയപ്പോൾ എടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോഴത്തേക്ക് ഇതാ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഇരിക്കല്ലേ, വാ അടിച്ച് പൊളിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ കൂട്ടി ഡാൻസ് കളിക്കലേ. നമ്മൾ പോകുന്നത് മലപ്പുറത്തുള്ള ഫ്ലോറ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ്. അതോടെ ഞാൻ നേരത്തെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത്. കുട്ടിക്ക് പിന്നെ വെള്ളമാണല്ലോ കുട്ടിയുടെ വീക്ക്നെസ്. അപ്പോൾ ബസ് എടുക്കുമ്പോഴത്തേക്ക് പാരൻസും ടീച്ചേഴ്സും ഇതാ എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുട്ടികൾ അവിടെ സൈഡായിട്ട് സീറ്റിൽ തന്നെ ഇരുന്നത്. കാരണം അവർക്ക് എത്തേണ്ട സ്ഥലത്തെത്തി അവരെ ഓക്കെ ആയിക്കോളും. നമ്മൾ സ്പോട്ടിലെത്തിയിട്ടോ. ഫ്ലോറേൻ്റെ പാർക്കിംഗ് ഏരിയയിലാട്ടോ വണ്ടി നിർത്തിയത്. അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സമയം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത്. 7 മണിക്ക് 7 ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ മലപ്പുറം ഫ്ലോറ ഫാൻറ്റസിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ പൊരിച്ച പത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ വെള്ളപ്പുണ്ട്. അതിന് ഒരിഷ്ടം സാമ്പാറുണ്ട് കേട്ടോ, കറി. അപ്പോൾ നമുക്ക് വേണ്ടത് കഴിക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഫ്രണ്ടിലോട്ടോ നമ്മൾ വന്ന് നിൽക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ അകത്തോട്ട് കിടന്നാലാണ് നമ്മൾ ഈ റൈഡ്സും കാര്യങ്ങളുള്ള സ്ഥലത്തേക്ക്, മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനും സെക്യൂരിറ്റി നമുക്ക് ലോക്കർ തരുന്നതായിരിക്കും. ആ ലോക്കറിൽ നമുക്ക് വേണ്ട ഡ്രസ്സും അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ബാഗും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ച് വെക്കുക. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നവർ അവിടുന്ന് ചേഞ്ചും ചെയ്യാം. ഉച്ചവരെ ഇലക്ട്രിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൈഡ്സിലും ഞങ്ങൾ കയറി കേട്ടോ. ഒരുവിധം ഒക്കെ കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അപകടം തോന്നിയ അപകടം നല്ല മക്കൾക്ക് പേടി തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ അധികം കയറ്റിയില്ല. പിന്നെ ഉള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അക്വേറിയം കാണാൻ പോയി.
ഇവിടെ വാട്ടർ റൈഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനിയും കയറാൻ പോകുന്നത് വാട്ടർ റൈഡ്സിലാട്ടോ. കാരണം കുട്ടികൾ ഇതൊക്കെ റെഡി ആയിട്ട് നൈനോട്ടിക്ക് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, ഞാൻ ചാടട്ടെ എന്ന് ചോദിച്ചിട്ട്. നമ്മുടെ സ്കൂളിലെ എല്ലാ മക്കളും യൂണിഫോമിൽ തന്നെ കേട്ടോ. കാരണം വേറെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അല്ലാതെ വേറെയും കുട്ടികളുണ്ടാവും, വേറെ സ്കൂളത്തെ മക്കൾസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം കൂടി മാറിപ്പോകുന്നത് കൊണ്ട് ഞങ്ങൾ യൂണിഫോമിൽ തന്നെയാണ് കുട്ടികളെ ഇറക്കി വിട്ടത് വെള്ളത്തിലേക്ക്. പിന്നെ അധികം ഞാൻ വാട്ടർ റൈഡ്സ് ഒന്നും ഷൂട്ട് ചെയ്തില്ല, കാരണം ഫോൺ നിറയുന്നത് കൊണ്ട് പേടി കൊണ്ട് അധികം ഞാൻ എടുത്തില്ല കേട്ടോ. അവിടെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡ് അവിടെ തന്നെ ക്യാൻറ്റീനിൽ ഏർപ്പാട് ചെയ്തത് കൊണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമായിട്ടാണ് ഞങ്ങൾ ബസ് കയറിയത്. അങ്ങനെ നമ്മൾ പകുതി എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. കാരണം ഏട്ടൻ അവിടേക്ക് കൂട്ടാൻ വന്നത് കൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ജ്യൂസ് വാങ്ങിക്കൊടുത്ത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.